നേരത്ത് അതിൽ നിന്ന് ഓരോ പീസ് എടുത്തിട്ട് ഓരോരോ പോട്ട് പുതുതായിട്ട് ഉണ്ടാക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ മണി പ്ലാന്റിൻ്റെ കുറച്ച് കളക്ഷൻസും നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ട് മണി പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രീതിയാണ് കൂട്ടുകാർക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മളടുത്ത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മണി പ്ലാന്റും അതുപോലെ തന്നെ പോത്തോസ് വെറൈറ്റിയും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എൻജോയ് പോത്തോസ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി തന്നെയാണ് ഈ എൻജോയ് പോത്തോസ് എന്ന് പറയുന്നത്. നല്ലൊരു ഗ്രീൻ കളർ, അതുപോലെ തന്നെ ഒരു ഓഫ് വൈറ്റ് യെല്ലോ ഷെയ്ഡ്, വൈറ്റ് ഷെയ്ഡിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്. വളരെ കുറഞ്ഞ സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് എളുപ്പത്തിൽ സെറ്റ് ചെയ്യാവുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സിൽവർ സാറ്റൻ മണി പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റി ഉണ്ട്, നിയോൺ പോത്തോസ് ഉണ്ട്. ഇത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ ഫിലഡൻഡ്രോൺ വിഭാഗത്തിൽ പെടുന്നതാണ്. ബ്രസീലിയൻ ഫിലഡൻഡ്രോൺ ആണ്. ഏകദേശം മണി പ്ലാന്റുമായിട്ട് സാമ്യമുള്ളതാണ്. ഇതൊക്കെ നമ്മൾ കുഞ്ഞു കുഞ്ഞു പോട്ടിലാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. കാണാൻ നല്ല ഭംഗിയാണ്. ഇതുപോലെ ചെറിയ പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഡൈനിങ് ഏരിയയിലും വിൻഡോ സൈഡിലും ടേബിളിലും ഒക്കെ സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബൾക്കി ആയിട്ട് ഇതുപോലെ വളർത്തിയെടുക്കണമെങ്കിലും നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. ഇത് നിയോൺ പോത്തോസ് ആണ്. ചെറിയ 2-3 പീസ് എടുത്തിട്ടാണ് നമ്മളിതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിറച്ചും വന്നിട്ടുണ്ട്. ഇത് ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു 2 ആഴ്ച മുന്നേ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു മഞ്ജുള പോത്തോസിൻ്റെ ഒരു വെറൈറ്റിയാണിത്. നമ്മൾ ഇപ്പോൾ ഒരു ഏകദേശം 2 ആഴ്ചയൊക്കെ ആയിട്ടുണ്ട്. ഇലകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇനി ഇതിൽ പുതിയ ഇലകളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ബുഷിയായിട്ട് വളർന്നു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇത് നമ്മുടെ മാർബിൾ പോത്തോസിൻ്റെ ഒരു വെറൈറ്റിയാണ്. നമ്മൾ ലീഫൊക്കെ കാണുമ്പോൾ ഏകദേശം സാമ്യം ഉണ്ടെങ്കിലും ഓരോന്നിനും ഓരോന്നായിട്ടുള്ളൊരു പ്രത്യേകത ഉണ്ട്. പിന്നെ നമ്മൾ ഈ എൻജോയ് പോത്തോസ് തന്നെ പല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഇതാണ്, ഒന്ന് നമ്മൾ ഹാർട്ട് ഷേപ്പിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതായിരുന്നു. ചെറിയൊരു വൈറ്റ് പോട്ടിൽ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് റിംഗ് ആയിട്ടും സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ റിംഗ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. അതിപ്പോൾ നല്ല ബുഷിയായിട്ടും ബൾക്കായിട്ടും വളർന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ആക്കാനും കൂടി ഉണ്ട്. അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഇതുപോലെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ചെടികളാണിത്. നമ്മൾ മുന്നേ ഇതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഓരോ പോട്ടും സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറേ പേരൊക്കെ പറയുന്നുണ്ട് വെറും നമ്മളെ വീട്ടിലുള്ള മണ്ണ് കൊണ്ടും വെള്ളം കൊണ്ടും മാത്രം ഈ ചെടി വളരില്ലാന്ന്. നമ്മൾ സാധാരണയായിട്ട് ഒരു രാസവളം വീട്ടിൽ പ്രയോഗിക്കാറില്ല. നമുക്കങ്ങനെ രാസവളത്തിനെ പറ്റിയിട്ട് വലിയ അറിവൊന്നുമില്ല. നമ്മളെ വീട്ടിലുള്ള ചാണകപ്പൊടി, കോഴിക്കാട്ടം, പിന്നെ കരിയില വേസ്റ്റ്, അതാണ് നമ്മൾ മൊത്തം ചെടികൾക്ക് യൂസ് ചെയ്യുന്നത്. ഇതുപോലുള്ള ഇൻഡോറായിട്ട് നമ്മൾ ചെടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഗാർഡനിങ് സോയിലും അതുപോലെ തന്നെ ചാണകപ്പൊടി മാത്രമാണ് വെച്ച് കൊടുക്കാറുള്ളത്. അതുപോലെ നമുക്ക് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതൊക്കെ വെള്ളത്തിലാട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതാ വെറും വെള്ളത്തിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഒരു 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ നല്ലോണം നിറച്ച് വെക്കുകയോ വെള്ളം ചേഞ്ച് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ എൻജോയ് പോത്തോസ് ഇതുപോലെ ചെറിയൊരു പോട്ടിലാക്കിയിട്ട് വാട്ടർ പ്രൊപ്പഗേഷൻ ചെയ്യുന്നൊന്ന് കാണിച്ചു തരാം. നമ്മൾ അധികം എൻജോയ് പോത്തോസ് മണ്ണ് തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഒരു 2 മാസമൊക്കെ ആയിട്ടുള്ളൊരു പോട്ടാണ്. നമ്മൾ വേണമെങ്കിൽ ടേബിളിൻ്റെ മുകളിലൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. നല്ല നമ്മളെ വീടിനായാലും നല്ലൊരു ഭംഗി വരുത്താനൊക്കെ നല്ലതാണ്. ഇതൊക്കെ നമ്മൾ മണ്ണിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വാട്ടർ പ്രൊപ്പഗേഷൻ വഴി എങ്ങനെ എൻജോയ് പോത്തോസ് ഉണ്ടാക്കിയെടുക്കാമെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഒരു പോട്ടാണ് എടുത്തിട്ടുള്ളത് വാട്ടർ പ്രൊപ്പഗേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ ഹോള് ഇട്ട് കൊടുത്തിട്ടില്ല. വീടിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നതായതുകൊണ്ട്, പിന്നെ വെള്ളത്തിൽ വെച്ച് കൊടുക്കുന്നതുകൊണ്ട് ഹോള് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലുള്ള ഡിസൈനറായിട്ടുള്ള പോട്ടിലാണ് നമ്മൾ അധികം വീട്ടിൻ്റെ ഉള്ളിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാറ്. നമ്മളെ വീടിനൊരു ഭംഗിയായിരിക്കും. നമ്മൾ പല ചെടികളിൽ നിന്നായിട്ട് കുറച്ച് കളക്ട് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുള്ള എൻജോയ് പോത്തോസാണ്. നമ്മൾ ഒരിക്കലും ഒരുപാട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയല്ല ചെയ്യുന്നത്. നല്ല നല്ല ചെടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓരോ ചെടിയുടെ മൂട്ടിലായിട്ട് ഇതിൻ്റെ ചെറിയ ചെറിയ തൈകൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വളരുന്ന നേരത്ത് അതിൽ നിന്ന് ഓരോ പീസ് എടുത്തിട്ട് ഓരോരോ പോട്ട് പുതുതായിട്ട് ഉണ്ടാക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിന് ഈ ഒരു പോട്ട് കാണിച്ചു തരാം. ഇത് നമ്മളൊരു ആഗ്ലോണിമേൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചെടിയാണ്. അപ്പോൾ നമ്മളിതിൽ ചെറിയതായിട്ടൊരു ഡിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ പോത്തോസൊക്കെ വളർത്തിയെടുക്കുന്നത്. പലരും ചോദിക്കാറുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, എന്ത് വളപ്രയോഗമാണ്, ടാബ്ലറ്റൊക്കെയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന്. അങ്ങനെയൊന്നും നമ്മൾ ഇട്ട് കൊടുക്കാറില്ല.
നല്ലൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് വേണം. പലരും ഇൻഡോറായിട്ട് വെക്കുന്ന സമയത്ത് വെയിലിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമെങ്കിലും നല്ലൊരു വെയിൽ കിട്ടിയാലുള്ളൂ ഈ ചെടിക്കൊക്കെ ഈ ഒരു ഹെൽത്തിയും അതുപോലെ തന്നെ ഈ ഒരു കളർ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ പോത്തോസ് വെറൈറ്റി ഒക്കെ വെക്കുന്ന സമയത്ത് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റിൽ വെക്കുക. എന്നാലുള്ള ആ ചെടികൾക്കും ഒരു ആരോഗ്യവും അതുപോലെ തന്നെ അതിൻ്റെ ആ ഇലയുടെ കളർ വേരിയേഷൻസ് ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് ഷെയ്ഡുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാലുള്ള ഇലേൻ്റെ വ്യത്യാസം അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് കൊടുത്താലുള്ള ഈ ഇലേൻ്റെ വ്യത്യാസമൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നതാണ്. അതുപോലെ തന്നെ നല്ല സൺലൈറ്റിൽ വെച്ച് കൊടുത്താൽ ഇലകളൊക്കെ ഒരു മഞ്ഞിച്ച കളറാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മിതമായ രീതിയിലുള്ളൊരു സൺലൈറ്റിൽ വെച്ച് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പീസ് ഇതൊക്കെയാണ്. അപ്പോൾ നമുക്കിത് ആ വെള്ളത്തിൽ ഒരു പോട്ടിൽ വെള്ളം നിറച്ചിട്ട് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ചെറിയ പോട്ടുകൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക, ഇതിൽ വേരുള്ള ഭാഗം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മൾ ഇത്രയും ചെടി എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലും വേരുണ്ട്. ഈ വേരോട് കൂടി വെച്ച് കഴിഞ്ഞാൽ ചെടി എപ്പോഴും ഹെൽത്തി ആയിരിക്കും. കാരണം ആ വേര് വഴിയായിട്ട് മണ്ണും വെള്ളവും ഒക്കെ വലിച്ചെടുക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ചെടി പെട്ടെന്ന് ഗ്രോ ചെയ്യുകയും ചെയ്യും, അതുപോലെ തന്നെ ഹെൽത്തി ആയി നിൽക്കുകയും ചെയ്യും. ഈ ചിലവരൊക്കെ ഇല മാത്രം വെച്ച് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ ആ സമയത്തുള്ളൊരു ഭംഗി മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് വേണമെങ്കിൽ നമ്മൾ വേരോട് കൂടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ നമ്മൾ പോട്ടിലേക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു പകുതി ഭാഗത്തോളാണ് മൺവെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഈ ഒരു പ്ലാന്റ് നമുക്ക് ഡിപ്പ് ചെയ്ത് വെച്ച് കൊടുക്കാം. അത്യാവശ്യം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പോട്ട് നിറഞ്ഞ് കിട്ടാൻ സഹായിക്കും. ഇപ്പം നമ്മളെ പോട്ട് റെഡി ആയിട്ടുണ്ട്. ഇത്രയും സിമ്പിളായിട്ട് ഏത് ചെടിയാണ് സെറ്റ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് എപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കുന്നതാണ്. പിന്നെ നമ്മൾ മണ്ണിൽ കുഴിച്ചിടുന്നതിന് അത്രയും ഫാസ്റ്റ് ഗ്രോത്ത് നമ്മൾ വാട്ടർ പ്രൊപ്പഗേഷനിൽ കിട്ടില്ല. എന്നാലും ഏകദേശം ചെടികളൊക്കെ വളർന്നു കാണും. നമുക്കൊരു ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് ഈ ചെടിയുടെ അപ്ഡേറ്റ് നമ്മൾ എന്തായാലും ഇടുന്നതായിരിക്കും. എത്രത്തോളം ഈ ഒരു ചെടി വളർന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ടേബിളിൻ്റെ മുകളിൽ, ബാൽക്കണി സൈഡിൽ, കിച്ചൺ സൈഡിൽ ഒക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിച്ചൺ ഏരിയയിലൊക്കെ ഇതുപോലത്തെ ചെറിയ ചെറിയ കപ്പുകളിലും പോട്ടുകളിലും ഒക്കെ ചെടി വെച്ച് കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ താല്പര്യമുള്ള വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ ഒരു ചിലവും ഇല്ലാതെ ഒരു മെയിൻ്റനൻസും ഇല്ലാതെ നമുക്ക് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് ചെടിയൊന്ന് നോക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു പോത്തോസിൻ്റെ ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലത്തുള്ള വെറൈറ്റി വീഡിയോസൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വേറൊരു വെറൈറ്റി ആയിട്ടുള്ള സെറ്റിങ്സ് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.